ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് അടുത്തയാഴ്ച തുടക്കം കുറിക്കാനിരിക്കെ ആരൊക്കെയാവും സെമി ഫൈനലിൽ എത്തുകയെന്ന് പ്രവചിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ മുൻ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ സർഫറാസ് അഹമ്മദ്. 2017 ഇംഗ്ലണ്ടിൽ നടന്ന അവസാന എഡിഷനിൽ ചാമ്പ്യന്മാരായ പാക് ടീമിനെ നയിച്ചത് അദ്ദേഹമായിരുന്നു. അന്ന് വിരാട് കോഹ്ലിക്ക് കീഴിലിറങ്ങിയ ഇന്ത്യയെ തോൽപ്പിച്ചായിരുന്നു പാകിസ്ഥാൻ കിരീടം നേടിയത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി ഫൈനലിസ്റ്റുകളായി സർഫറാസ് അഹമ്മദ് പ്രവചിച്ച 4 ടീമുകളിൽ ഒരു സർപ്രൈസ് ടീം കൂടിയുണ്ട്. പാകിസ്ഥാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ, അഫ്ഗാനിസ്ഥാൻ എന്നിവരെയാണ് സെമി ഫൈനലിസ്റ്റുകളായി സർഫറാസ് തിരഞ്ഞെടുത്തത്. പക്ഷേ ഒരു ടീമിനെയും പൂർണ്ണമായി എഴുതിത്തള്ളുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമീപകാലത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള പവർ ഹൗസുകളായ ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ് എന്നിവരെല്ലാം സെമി ഫേവറേറ്റുകളുടെ ലിസ്റ്റിൽ നിന്നും സർഫറാസ് താഴ്ന്നു എന്നതാണ് കൗതുകമുണർത്തുന്ന കാര്യം. ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോഴെല്ലാം അത് സ്പെഷ്യലായി മാറുമെന്നും സർഫറാസ് അഹമ്മദ് പറയുന്നു. ഇന്ത്യ പാക് മത്സരങ്ങൾ ഉണ്ടാക്കുന്ന ആവേശവും സമ്മർദ്ദവുമെല്ലാം ഒരുപാട് വലുതാണ്. പക്ഷേ കളിക്കാരനെന്ന നിലയിൽ നിങ്ങൾ ശാന്തരായിരിക്കണം. പുറമേ നിന്നുള്ള എല്ലാ ബഹളങ്ങളും ബ്ലോക്ക് ചെയ്യുകയും വേണം. ഓസ്ട്രേലിയയോടോ മറ്റോ ഏതെങ്കിലും ഒരു ടീമിനോടോ കളിക്കുന്ന അതേ തീവ്രതയോടെ ഈ മത്സരത്തിൽ കളിക്കുകയും വേണമെന്നും പാക് താരങ്ങളെ സർഫറാസ് ഉപദേശിക്കുന്നു. 2017 അവസാന ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ കൊമ്പുകോർത്തപ്പോൾ പാകിസ്ഥാനെ ഇന്ത്യ തകർത്തുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഫൈനലിലെയും ഫേവറേറ്റ് ഇന്ത്യ തന്നെയായിരുന്നു. പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിലെ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട പാക് ടീം ഫൈനലിൽ ചില മാറ്റങ്ങൾ വരുത്തിയെന്നും മാനസികാവസ്ഥയിലും മാറ്റം കൊണ്ടുവന്നിരുന്നതായും സർഫറാസ് അഹമ്മദ് വെളിപ്പെടുത്തി.